എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് പഞ്ചമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരിയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയോദശോऽധ്യായഃ. ബ്രാഹ്മണ ഉവാച. ദുരത്യയേ ധ്വന്യ ജയാം നിവേശിതോ രജസ്തമസത്വവിഭക്ത കർമ്മദൃ സയേഷ സാർത്ഥോർത്ഥ പരപരിഭ്രമൻ ഭാവാടവീന്യാദിന ശർമ്മ വിന്ദതി യസ്യാമിമേഷൻ നരദേവദസ്യ വ സാർത്ഥം വിലുംബന്തി കുനായ ഗംബലാൻ ഗോമായയോ യത്ര ഹരന്തി സാർത്തികം പ്രമത്തമാവിശ്യ യദോരണം മൃഗാം പ്രബോധവീരോം തൃണഗുൽമഗഹ്വരേ കഠോരദം ശേർമശകൈരുഭദ്രുത ക്വചിത്തു ഗന്ധർവപുരം പ്രപശ്യതീം ക്വചിച്ചാശുരയോന്മുഖഗ്രഹം നിവാസതോയാം ദ്രവിണാത്മബുദ്ധിം തതസ്തദോദാവതി ഭോഅടവ്യാം ക്വചിച്ച വാദ്യോദിതവാം സുധൂമ്രാം ദിശോ ന ജാനാതി രജസ്വലാക്ഷകാം അദൃശ്യദില്ലീം സ്വനകർണശൂല ഉലൂകവാഗ്യർവ്യതിതാന്തരാത്മാം അപുണ്യവൃക്ഷാൻ ശ്രയദേക്ഷുദാർദിതോ മരീചിതോയാന്യ അഭിതാവതി ക്വചിദ്ദോയാം സരിതോഭിയാദീം പരസ്പരം ജാലശതേ നിരന്തക ആസാദ്യഭാവം ക്വചിദഗ്നിതപ്തോ നിർവ്യദ്യതേം ക്വചയക്ഷേർഹൃദാസ്വം ശൂരൈർഹൃദസ്വ ക്വച നിർവീന്നഛേദാം ചോദൻ വിമുഹ്യന്നുപയാതി കശ്മലം ക്വചിച്ച ഗന്ധർവ്യപുരം പ്രവിഷ്ട പ്രമോദതേ നിർവൃതവന്മുഹൂർത്തം ചലൻ ക്വചിത് കണ്ടക ശർക്കരാംഗ്രീർ നഗാരുരുക്ഷിർവിമനാമി വാസ്തേ പദേ പദേഭ്യാന്തരവന്നിതാർദിത കൗടുംബിക കൃദ്യതി വൈജനായാം ക്വചിന്നികർണോ അജഗരാഹിനാം ജനോ നാവൈതി കിഞ്ചിദുഭിനേവ വേദ്ദഹാം ദഷ്ടസ്മശേദേം ഗജദന്ത ശൂഗേ അന്തോന്തകൂപേം പരിദസ്തമിശ്രേം കർഹിഷ്മചിദ്ക്ഷുദ്ര രസാൻ വിജിന്വം തന്മക്ഷികാഭിർവ്യതിതോ വിമാനഃ തന്ത്രാദികൃഷ്ടാ പ്രതിലബ്ധമാനോ ബലാദ്വിലുംബന്ത്യതം ദദോന്യേം ക്വചിച്ച ശീതാതപവാദവർഷ പ്രതിക്രിയാം കർത്തുമനീശാസ്തേം ക്വചിന്മിതോ വിപണൻ യച്ഛ കിഞ്ചിത് വിദ്വേഷമുച്ഛത്യുതവിത്തഷാഢ്യാ ക്വചിത് ക്വചിത് ക്ഷീണധനസ്തു തസ്മിൻ ശയ്യാസനസ്ഥാനവിഹാരഹീനഃ യാജന്മരാധ പ്രതിലബ്ധകാമ ഭാരകൃദൃഷ്ടിർലഭദേവമാനം അന്യോന്യവിത്ത വ്യതിശങ്കവൃദ്ധം വൈരാനുബന്ധോ വിവഹന്മിതശ്ച അദ്വന്നമോഷ്മിന്നുരുകൃക്ഷവിത്തം ബാധോപസർഗൈർവിഹരൻ വിപന്നഃ. ഓം തത്സത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് വായിച്ചതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം, അർത്ഥം നോക്കാം. അപ്പൊ എവിടെയാണ് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത്? ഭരതരഘൂണ സംവാദം. ജഡഭരതനായ അദ്ദേഹം രഘൂണ രാജാവിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും സംശയങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ, ഓരോ കാര്യങ്ങളിലും നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ മകന്റെ കാലൊടിഞ്ഞു എന്ന് കേട്ടപ്പോഴും ആ ഒരു ഗൃഹനാഥന്റെ കഥ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റി, എല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് പറ്റുമോ? അതാണ് ജഡഭരതത്വം എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയെയും അതെല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരിടാൻ പറ്റണം. അപ്പൊ അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? നമ്മൾ രഘൂണ രാജാവ് ആരായിരുന്നു? രാജാവാണ്. അദ്ദേഹത്തിന് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം തത്വാന്വേഷണത്തിന് പോയി. എന്താണ്? എന്തെങ്കിലും അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ആ മനസ്സിന്റെ ശാശ്വതമായ ശാന്തി കിട്ടില്ല. അത് കിട്ടാനാണ്. അപ്പൊ അതായത് ഒരു കുടുംബജീവിതം, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്.
ഈ കുടുംബജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ, നമുക്ക് സന്യാസിമാരെ പോലെയൊക്കെ ആവാൻ പറ്റുമോ? കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും മരിച്ചു പോയാൽ ദുഃഖമാണ്, അതുപോലെ എന്തെങ്കിലും കാരണം കുറച്ച് നമ്മുടെ ധനം നഷ്ടപ്പെട്ടാൽ നമുക്ക് ദുഃഖമാണ്, ധനം കിട്ടിയില്ലെങ്കിൽ ദുഃഖമാണ്, ജോലി നഷ്ടപ്പെട്ടാൽ ദുഃഖം, അങ്ങനെ പല പല തരത്തിലുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ ദുഃഖം, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖം, വിവാഹം കഴിഞ്ഞാലും ദുഃഖം, അല്ലെ? അതൊക്കെയല്ലേ ഇന്ന് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എവിടുന്നാ ശാശ്വതമായ ശാന്തി കിട്ടുക എന്ന് രഘുഗുണൻ ചോദിച്ച മാതിരി നമ്മളും ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും ഈ ഒരു കുടുംബജീവിതം എങ്ങനെ സന്തോഷം ആക്കി തീർക്കാം എന്നാണ് ഇവിടെ അടുത്ത പോയിന്റ് ആയിട്ട് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ജഡഭരതൻ രഘുഗുണന് ഉപദേശിക്കുന്നതിൽ അടുത്ത പോയിന്റ് അതാണ്. നമ്മ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരാണ്. നമ്മൾ ചോദിക്കാം, വീട്ടിലിരുന്നു കൊണ്ടും നമുക്ക് പറ്റുമോ എന്ന്. വീട്ടിലിരുന്നു കൊണ്ട് പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ രാജാവിന് കപില ആശ്രമത്തിലേക്ക് പോകാൻ തുടങ്ങിയത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? തത്വം അറിയാൻ വേണ്ടി തന്നെയായിരുന്നു. തത്വം അറിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖങ്ങളില്ല. അതാണ് നേരത്തെ പറഞ്ഞമാതിരി തന്നെ ഒരാളുടെ ദുഃഖം എന്നൊരു അവസ്ഥയില്ല. അതിനെ നമ്മള് കാണുകയാണ്, നമ്മളായിട്ട് മനസ്സുകൊണ്ട് അതിനെ എടുക്കുകയാണ് പോയിട്ട്. അല്ലാതെ അങ്ങനെ ഒരു അവസ്ഥയില്ല എന്ന് പറയണം. അതായത് സ്ഥൂലം സൂക്ഷ്മം ഇങ്ങനെയൊക്കെ മനസ്സിന്, അതായത് ഇപ്പൊ സൗന്ദര്യം തന്നെ അങ്ങനെയല്ലേ, ഒരാൾക്ക് സൗന്ദര്യമുള്ളതായി തോന്നുന്ന ഒരു വസ്തു വേറൊരാൾക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നില്ല. ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് നല്ല തടിയും വണ്ണവും ഒക്കെ ഉണ്ട്, അപ്പൊ നല്ല സുന്ദരൻ എന്ന്, വെളുത്തിട്ടുള്ള ആൾ സുന്ദരൻ എന്നൊക്കെയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ തരത്തിലാണ് തോന്നുന്നത്. അപ്പൊ അവരുടെ മനസ്സനുസരിച്ച് ഇത് സുന്ദരമല്ല, അത് സുന്ദരം. അത് നമ്മുടെ മനസ്സനുസരിച്ച് ഇത് സുന്ദരം, അത് സുന്ദരമല്ല, അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ അനുസരിച്ചാണ്. നമ്മുടെ കണ്ണ് തന്നെ മിഥ്യയാണെന്നാ പറയുന്നത്. കാരണം നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നതേ അല്ല ലോകം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല ഒരു നായിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ലോകം, ഒരു മൂങ്ങയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ലോകം വേറെ, പക്ഷികളുടെ മൃഗാദികളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവരുടെ ലോകം വേറെയാണ്. അപ്പൊ അവര് കാണുന്നതിനെ നമ്മൾ കാണുന്നത് പക്ഷെ രണ്ടും വ്യത്യാസമായിട്ടാണ് കാണുന്നത്, അല്ലെ? അതുമാതിരി നമ്മള് മഴവില് കാണുന്നത് തന്നെ അങ്ങനെയാണെന്നാ പറയുന്നത്. വെള്ള സൂര്യപ്രകാശം വെള്ളയായിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ ഭൂമിയിലാണ് മഴവില്ലുള്ളൂ. വേറെ ചന്ദ്രനിലൊക്കെ പോയാൽ നമുക്ക് മഴവില്ലൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ എന്താ അതൊരു പ്രതിഭാസം മാത്രമാണ്. സൂര്യനിൽ നിന്ന് വരുന്നത് വെള്ളരശ്മികളാണ്. അത് നമുക്ക് തോന്നിക്കുകയാണ് നമ്മുടെ കണ്ണിലൂടെ, അതുപോലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അതിന് ചില പ്രതിഫലനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് തോന്നിക്കുകയാണ്. അങ്ങനെ അതേമാതിരിയാണ് ഈ കുടുംബജീവിതം നമുക്ക് സന്തോഷമാക്കി തീർക്കാൻ പറ്റും. എങ്ങനെയാവണം? നമ്മൾ എങ്ങനെയുള്ളവരാവണം? ഗൃഹസ്ഥൻ എന്ന് പറയും നമ്മൾ. പക്ഷെ വേറൊരു വാക്കുകൂടിയുണ്ട്, പണ്ടൊക്കെ പറഞ്ഞു ഇപ്പൊ അത് മറന്നേ പോയി. ഗൃഹസ്ഥാശ്രമി എന്നാണ് ശരിക്കും ഗൃഹസ്ഥന്റെ പേര്. കുടുംബനാഥന്റെ ശരിക്കുള്ള പേരെന്താ? ഇയാൾ ആരാണ് ചോദിച്ചാൽ ഇയാൾ ഗൃഹസ്ഥാശ്രമി എന്നാണ് പറയുന്നത്. ഗൃഹസ്ഥാശ്രമം. അപ്പോ ആ അർത്ഥം എന്തായി? ആ വാക്കിൽ നിന്ന് നമ്മൾ വഴുതിപ്പോയി. ആ അർത്ഥം തന്നെ അതായിരുന്നു. ഗൃഹസ്ഥന്റെ പേര് ഗൃഹസ്ഥാശ്രമി ആയിരുന്നു. ഗൃഹസ്ഥാശ്രമി ആവണം നമ്മൾ. അതല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖങ്ങൾ വരും. അതായത് ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇതിൽ പറഞ്ഞു തരുന്നത്. അതുപോലെ മനുസ്മൃതിയില് എല്ലാം പുരാണങ്ങളിലൊക്കെ പണ്ടുള്ളവർക്കൊക്കെ അതൊക്കെ അറിയുമായിരുന്നു. എന്തുകൊണ്ടാണ് അവരത് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്റെയൊക്കെ മുത്തശ്ശിയുടെ കാലത്തൊക്കെ ഭാഗവതം, രാമായണം ഇതൊക്കെ അറിയുമായിരുന്നു. അവരൊക്കെ അത് സ്ഥിരം വായിക്കുകയും തമ്മിൽ പറയുകയും ഒക്കെ ചെയ്തിരുന്നത് തന്നെ അതാണ്. അതിൽ പറഞ്ഞ പോലെയൊക്കെയാണ് ജീവിക്കുക, അല്ലെ? അതിൽ നിന്ന് തെറ്റ് ജീവിക്കില്ല. ഈശ്വരന് ഒരു ഭയം ഉണ്ടായിരുന്നു, അത് വേണമായിരുന്നു. എന്തിനാണ് ഈശ്വര ഭയം വെച്ചത്? ഈശ്വരനെ ശരിക്കും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവർക്കും ഈശ്വരന്റെ അതായത് ഈശ്വരന്റെ സ്നേഹം എല്ലാവരിലും ഒരുപോലെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ പൂർവികര് ഈശ്വരനെ ഒരു പേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ പേടിക്കണം എന്ന് വെച്ചത്? എന്നാലേ അങ്ങനെ ചെയ്യുള്ളൂ. അതായത് ഇപ്പൊ നമ്മള് റോഡില് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കമ്പ് വെക്കില്ലേ? അപ്പൊ ആ കമ്പ് ഇല്ലെങ്കിൽ എന്താവും? നേരെ പോയിട്ട് മുട്ടും. അപ്പൊ അതുകൊണ്ട് ആ കമ്പ് വെച്ചിരിക്കണം. അപ്പൊ അപ്പോഴെങ്കിലും ഒരു ശ്രദ്ധ വരുമല്ലോ, ഓ ഇത്തിരി സ്ലോ ആയിട്ട് പോവുക എന്നൊക്കെ കണ്ടിട്ടില്ലേ വാഹനങ്ങൾ എങ്ങനെയാ പോണതെന്ന്. അപ്പൊ അവിടെ എത്തുമ്പോഴെങ്കിലും നമ്മൾ ഒന്ന് സ്ലോ ആക്കും. അതേമാതിരി നമ്മൾ ഗൃഹസ്ഥാശ്രമി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാല് അങ്ങനെ ശ്രദ്ധിക്കണം. ഒരു വാഹനം കാണുന്ന സമയത്ത്
നമ്മൾ വാഹനം ഓടിച്ച് കാണുന്ന സമയത്ത് ഹമ്പ് എങ്ങനെയാണോ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? നമ്മൾ ദിവസവും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് സാധനങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പണ്ടുള്ളവർ അതൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് അവർക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ പരിപൂർണമായി നമ്മൾ മനസ്സിനെയാണ് എന്തിലേക്ക് കൊണ്ടുവരേണ്ടത്? മനസ്സിന്റെ ശാശ്വതമായ നിലയാണ് എന്ത്? മനസ്സാണ് ശരിക്കും പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞില്ലേ കാഴ്ചപ്പാട്. നമ്മൾ ഓരോന്നിലെയും സുഖം ദുഃഖം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ്. മനസ്സിനെ നമ്മൾ സന്തോഷത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതം വളരെ സുഖപ്രദമാക്കി കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇവിടെ രഘുണൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കാടിനോട് ഉപമിക്കുകയാണ് നമ്മുടെ കുടുംബജീവിതത്തിനെ. ഒരു സംസാരം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബജീവിതത്തിനെയാണല്ലോ നമ്മൾ സംസാര സാഗരം എന്ന് പറയുന്നത്. സംസാര സാഗരം നീന്തി കടക്കാനുള്ള ഒരു തോണിയായിട്ട് വേണം നമ്മൾ ഏതിനെ എടുക്കാൻ? ഭാഗവതത്തെയും ഭഗവത്ഗീതയും ഒക്കെ എടുക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഭഗവത്ഗീത ഭാഗവതത്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെതായ ഒരു ഹമ്പ് അവരുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ഹമ്പ് ഉണ്ടാവണം. എന്നാലേ അവരുടെ ജീവിതം അവർക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് ആക്സിഡന്റ് ആകും. അപ്പൊ അതുപോലെ പറഞ്ഞ ഒരു കാടിലെ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ. കാട്ടിലെ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പോയാൽ നല്ല തെളിമയുള്ള വെള്ളം, നദികള്, പിന്നെ നല്ല ഫലപുഷ്ടമായ വൃക്ഷങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല സുഖമായി കൊണ്ടുപോകണം. അപ്പൊ അതിനെ മാത്രം. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്തുണ്ട്? ക്ഷുദ്രജീവികളുണ്ട്. അപ്പൊ ആ ക്ഷുദ്രജീവികള് നമ്മളെ ഉപദ്രവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് അവിടെ വരുന്നു. പിന്നെ അതുപോലെ അവിടെ കാട്ടിൽ പോകുന്ന സമയത്ത് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്, മരങ്ങളുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് നടക്കാൻ സ്മൂത്ത് ആയിട്ടുള്ള വഴിയില്ല. അതുപോലെ തന്നെ നടന്നു പോകുന്ന സമയത്ത് വല്ല മൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചേക്കാം. അതുപോലെ ഈച്ച, അങ്ങനെയുള്ള കൊതുക്, ഈച്ച തുടങ്ങിയവ നമ്മളെ വന്ന് ആക്രമിച്ചേക്കാം. അപ്പൊ അങ്ങനെ പലതും നമ്മൾക്ക് സഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുപോലെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തെ ഒരു സംസാരത്തെ ഒരു അടവിയോട്, അതായത് വനത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ട് പറയാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് കല്ലും മുള്ളും ഒക്കെ ആയിരിക്കും, കഷ്ടപ്പെട്ട് നടക്കണം. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്മൂത്തായ വഴി ഉണ്ടാവാം. അപ്പൊ അതേപോലെ നമ്മളും നമ്മുടെ കുടുംബജീവിതത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയണം. അപ്പൊ അതായത് എങ്ങനെ നമ്മൾ നോക്കിയാലും നമ്മൾ, അതായത് ഇപ്പൊ നോക്കിക്കോളും ഒരു കുടുംബജീവിതത്തില് ഇപ്പോ ഈ ധാരാളം ഈ കുടുംബജീവിതം എന്താന്ന് പറയുന്നത് തന്നെ ഇപ്പൊ പിരിഞ്ഞു പിരിഞ്ഞ് വരികയാണ്. അതായത് ഇപ്പം കല്യാണം കഴിച്ചാലും ഒന്നിച്ച് ജീവിക്കില്ല, പെട്ടെന്ന് ഡൈവേഴ്സ് ആവും. അതുപോലെ തന്നെ ഇപ്പൊ ഒന്നിച്ചുള്ള കുടുംബജീവിതമൊട്ട് ഇല്ല താനും. അല്ലെ, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒന്നിച്ചുള്ള മക്കളും മക്കളുടെ ഭാര്യമാര്, മക്കളുടെ ഭർത്താക്കന്മാര്, കുട്ടികള്, അവരെല്ലാവരും ചേർന്ന് ഒരു കൂട്ടുകുടുംബ സ്ഥിതിയല്ലേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒക്കെ അണുകുടുംബമായതുകൊണ്ട് നമുക്കത് നേരിട്ട് വീട്ടിൽ നിന്ന് കിട്ടാൻ വഴിയില്ല. അപ്പോൾ കുടുംബജീവിതം എങ്ങനെ സന്തോഷപ്രദമാക്കാന്നുള്ള കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മള്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയതയിലെ ആശ്രയം എടുക്കുക. അപ്പൊ കുറച്ച് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ ധ്യാനം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ആണല്ലേ, ക്ഷമ വരണം. നമുക്ക് കുറെ അഷ്ടമായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതില് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ്. ക്രോധമില്ലായ്മയും ക്ഷമയും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ധ്യാനത്തിൽ എത്തും നമ്മള്. ധ്യാനം, സമാധി എന്ന് പറയുന്നതാണ് അവസാനത്തെ അവസ്ഥ. സമാധി പറഞ്ഞാൽ അങ്ങനെ നിശ്ചലമായിരിക്കുന്ന ആ ഒരു സമാധിയല്ല, ശരീരത്തിന്റെ അല്ല. രഘുഗുണൻ അവിടെ പ്രത്യേകം ജഡഭരത രാജാവ് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തിന്റെ അല്ല, ഈ ജഡത്വം എവിടെയാണ് വരേണ്ടത്? മനസ്സിനാണ് ജഡത്വം. അത് അത്യുന്നതമായ ആ സ്വരൂപാനന്ദം വരുമ്പോഴേ നമുക്ക് ആ സ്വരൂപാനന്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ശരിക്കും ഭഗവാന്റെ ആ കൃഷ്ണന്റെ പുഞ്ചിരി പോലെ, ഭഗവാൻ കൃഷ്ണൻ എല്ലാ രീതിയിലും അല്ലെ, എന്തെല്ലാം രീതിയിൽ അദ്ദേഹം കുടുംബജീവിതം തന്നെയല്ലേ നയിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര ഭാര്യമാരെ അദ്ദേഹം നോക്കിയിരുന്നു. കൂടാതെ വൃന്ദാവനത്തിൽ ഗോപികമാരുടെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു, പ്രജകളുടെ എല്ലാം കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പുഞ്ചിരി ഒരിക്കലും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിത രീതി, കുടുംബജീവിത രീതി നമ്മൾ അനുകരിക്കുക. നമ്മൾ കൃഷ്ണനെ ഭക്തിയോടുകൂടി പൂജിക്കുമെങ്കിലും നമ്മൾ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം എങ്ങനെ കുടുംബജീവിതം ജീവിച്ചിട്ടുണ്ടായിരുന്നത്,
എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഗോപികമാരുടെ ഭക്തിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഗോപികമാരുടെ ഭക്തി നോക്കൂ, എങ്ങനെയുള്ളതായിരുന്നു. അവരെല്ലാ ജോലികളും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതം, അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണ്, അവർക്ക് പാല്, കറവ്, അതൊക്കെ ആയിരുന്നല്ലോ. പശുക്കളെ വളർത്തുക, പാല്, വെണ്ണ, ഇതൊക്കെ ഉണ്ടാക്കുക, അതായിരുന്നു അവരുടെ ബിസിനസ്. പിന്നെ കൃഷിയായിരുന്നു അവരുടെ ജീവിതം. അതൊക്കെ ചെയ്യുമ്പോഴും ആരെയാണ് മനസ്സിൽ ഗോപികമാരുടെ ഭക്തി കണ്ടു പഠിക്കണം. ദശമസ്കന്ധം വായിക്കുമ്പോൾ നമുക്കത് കുറേ മനസ്സിലാവും. എങ്കിലും ആ യഥാർത്ഥ ഭക്തി ഗോപികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഉദ്ധവരോട് ഗോപികൾ പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ കൃഷ്ണൻ, അപ്പൊ കൃഷ്ണൻ നിങ്ങളെയൊക്കെ വിട്ടു പോയില്ലേ എന്ന് ചോദിച്ചപ്പോ ഗോപിക പറയുന്നത് എന്താണ്, കൃഷ്ണൻ ഞങ്ങളെ വിട്ട് എവിടേക്കും പോയിട്ടില്ല. എന്താ കാരണം, മനസ്സിലാണ് വേണ്ടത്. ശാരീരികപരമായി അകന്നിരിക്കാം, പക്ഷെ മാനസികമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പൊ മനസ്സിലാണ് എല്ലാം. ഇപ്പൊ ഈ ഭരതരാജാവ് രഘുഗുണം പറഞ്ഞില്ലേ, ശരീരം വേറെയാണ്, തടിച്ചതാണ്, സ്ഥൂലമാണ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, ഇതൊക്കെ ഉള്ളതല്ലേ, ഞങ്ങൾ കാണുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചാ അപ്പൊ ഗോപികമാരും കാണുന്നതല്ലേ. അവര് കൃഷ്ണന്റെ ഭൗതികമായ രൂപത്തെ അല്ല കാണുന്ന, ആ മാംസളമായ രൂപത്തെ അല്ല സ്നേഹിച്ചത്, മനസ്സുകൊണ്ടാണ് അവര് കൃഷ്ണനെ സ്നേഹിച്ചത്. എന്നും മനസ്സിൽ അവർക്ക് കൃഷ്ണനാണ്. ഒരു പാല്, ഒരു വിളക്ക് കൊളുത്തുമ്പോൾ പാല് ഭഗവാന് വെക്കും. അതുപോലെ എന്ത് ആഹാരം കഴിക്കുന്നതും അവരത് ഭഗവാന് വെക്കും. അപ്പൊ ആ ഭഗവാൻ സൂക്ഷ്മരൂപത്തിലാണുള്ളതെന്നും സൂക്ഷ്മരൂപത്തിൽ വന്ന അവരുടെ പാല് ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് സന്തോഷമായി. അപ്പൊ അങ്ങനെ ഏതു നേരവും നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ നിന്ന് വിടാണ്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല, എങ്കിലും നമ്മളത് ഗോപികമാരുടെ കഥകളിലൂടെ, അതുപോലെ ജഡഭരതന്റെ കഥയിലൂടെ, അങ്ങനെ നമ്മൾ ജഡഭരതന്റെ കഥ വായിക്കുന്നതിലൂടെ നമ്മൾ അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലാം ഈശ്വരന് വേണ്ടി ചെയ്യുന്നു, നമുക്ക് വേണ്ടിയല്ല. അതിന്റെ നല്ലതായാലും ഈശ്വരനാണ് ആ ഫലം, ചീത്തയായാലും ആ ഫലം ഈശ്വരനാണ്, നമുക്കതിനെ ബാധകമാവുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയ നമ്മുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷപ്രദമാവും. കാരണം ഭർത്താവ്, കുട്ടികളെ, മക്കളെ, ഇതെല്ലാം കുടുംബബന്ധങ്ങൾ എല്ലാം ഈശ്വരൻ്റെതാണ്, ഒന്നും നമ്മളുടേതല്ല. അവരെങ്ങനെ കാണുന്നത് പോലും നമ്മൾ കാണാതിരുന്നാലും മനസ്സുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാം. കണ്ടുകൊണ്ട് തന്നെ സ്നേഹിക്കണം എന്നില്ല, കാണാതെയും നമുക്ക് മനസ്സുകൊണ്ട് അവരെ സ്നേഹിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ജഡഭരതന്റെ സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കും.